ഹായ്, ഞാൻ അഞ്ജു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് വെച്ച തനി നാടൻ മീൻകറിയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് മതി, എണ്ണ അധികം വേണമെന്നില്ല. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതാ ഉലുവ. ഉലുവ ചേർത്തു. ചൂടായി വരട്ടെ. അപ്പോൾ ഉലുവ ചൂടായിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുള്ള മണം വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തു. ഓക്കെ, ഉള്ളി ചേർത്തതിന് ശേഷം തക്കാളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു വലിയ ഉള്ളിയാണെങ്കിൽ ഒരു ഉള്ളി, തക്കാളി ഒരു 2 തക്കാളിയും ആണ് ഞാനിപ്പോൾ ഇത്രയും മീനിന് ഉപയോഗിക്കുന്നത്. തക്കാളി ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ അതിന് ഉപ്പ് ആദ്യം ചേർത്താൽ ഉള്ളി വാടാൻ കൂടെ സഹായിക്കും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. കറിക്കും കൂടെ ആവശ്യമില്ല. ഞാൻ അരപ്പ് വെച്ചതിൽ കുറച്ച് ഉപ്പ് ഓൾറെഡി ഇട്ടതുകൊണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് വേണം ഉപയോഗിക്കാൻ. ഉപ്പ് ഉപയോഗിച്ചു. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മുളകും മഞ്ഞളും മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. മുളക് പൊടി ഇട്ട് വെച്ച മീൻ കഷ്ണത്തിന് മുളക് പൊടി ഇട്ട് വെച്ചായതുകൊണ്ട് മുളകും ആവശ്യത്തിന് നോക്കിയിട്ട് ഉപയോഗിക്കണം. 1 സ്പൂൺ മുളകാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞളും കൂടി ആഡ് ചെയ്യാം. ഒരു 1/2 സ്പൂൺ 1/4 ടീസ്പൂണോ 1/2 സ്പൂണോ മഞ്ഞളും കൂടി ആഡ് ചെയ്ത് ഇനി നമുക്ക് ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് ഒന്നായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ചെറുതായിട്ട് ചൂടായി വരട്ടെ. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ചേർത്തുവാണ്, പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത്രയും ഉപയോഗിച്ചാൽ മതിയാവും. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മീനൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് മൂടി വയ്ക്കാം. കറിയൊന്ന് കുറുകി തിളച്ച് കിട്ടുന്നവരെ, മീനൊന്ന് വെന്ത് വരുന്നവരെ ഞാൻ ഈ കറി മൂടി വയ്ക്കാം. ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് റെഡിയായി. ഇനി ഞാനിത് ഓഫ് ചെയ്ത് സേവ് ചെയ്യാം. എൻ്റെ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. കൂടുതൽ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.